പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഈ മലമണ്ടയിൽ നമ്മൾ ഈ കോർണേഴ്സ് എന്തിനാണ് ഇട്ടിരിക്കുന്നതെന്ന്. നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് അതല്ല, ഇവനാണ് നമ്മുടെ കേരള ലാൻഡ് ക്രൂയിസറിൻ്റെ അപ്പൂപ്പൻ. അതെ, അപ്പൂപ്പൻ എന്നൊക്കെ പറയാം. എന്തായാലും അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള വണ്ടിയാണ്. നമ്മുടെ ഇന്ന് നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ വന്നതാണ്. അതിൽ എന്തൊക്കെ ചേർന്നെന്ന് പറയാം. ഒരു ഹൈ നമ്മൾ നല്ല അപ്പോളോടെ ടയറും 1 2 3 1 2 3 4 5 6 7 സ്പോക്ക് വരുന്ന സ്പോക്കിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ശരാശോ സ്പോക്കൊന്നുണ്ടല്ലോ, 7 എന്താ പറയുക വരകളുള്ള ഫീലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ പറയുക, ലൈറ്റായിട്ട് ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്, വളരെ ലൈറ്റായിട്ടാട്ടോ. ടർബോയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി പവർഫുള്ളാക്കി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇതിൻ്റെ 4x4 വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടി നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. പല വണ്ടിയുണ്ട് പവർ അടിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്ന് മാത്രം ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് സീനാണ് ഗൈസ്. ലിഫ്റ്റ് ചെയ്ത ലേശം കൂടിപ്പോയി, വണ്ടി മറിയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് സ്മോക്ക് ഇതിൻ്റെ വെളിയിൽ നമ്മുടെ വണ്ടിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ സ്മോക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് പുള്ളി പറഞ്ഞിരുന്നു ഗോൾഡൻ സ്മോക്ക്. പുള്ളി പറഞ്ഞൊരു ബ്ലാക്ക് കളർ സ്മോക്കിൽ ബ്ലാക്കും എന്താ പറയുക റെഡും കൂടി ഒരു മിക്സ്ചർ ചെയ്തിട്ടുള്ളൊരു കളറാണ് പുള്ളി പറഞ്ഞത്. നമ്മളത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സ്മോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ സ്മോക്ക് ആ ഒരു കളറിൽ നമ്മൾ സെറ്റ് ചെയ്തു. ബട്ട് ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓസിറ്റ് കണ്ടോ, ബ്രേക്ക് അടിക്കുമ്പോൾ വേണ്ടി അങ്ങ് തെന്നി പോവാ. വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴാണ് താഴെ ലൈറ്റൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ കത്തുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫോഗ് ലാമ്പൊക്കെ DRലാണ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സാണ്. അതും ഈ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ എന്ത് രസമാണ് നോക്കി, എൻ്റെ ലൈറ്റ് കത്തി വരുന്ന കാണാൻ. അതിൻ്റെ ഒപ്പം ഇൻഡിക്കേറ്ററും കൂടി ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സെറ്റ്. ഇനി സൈഡിൽ വരെ നമ്മൾ ചെറിയൊരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആണ് നമ്മളെ വണ്ടിയുടെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കണ്ടോ ആ ഒരു ബോക്സ് ഒരു പ്രശ്നമാണ്. പുള്ളി പറഞ്ഞ പ്രകാരം നമ്മൾ വലിയ ബോക്സാണ് നമ്മുടെ ഈ വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സൺറൂഫ് മൂടിപ്പോയി. അപ്പം എനിക്കെന്തോ നേരത്തെ ഇരുന്നതാണ്. അതാ ആ ടൊയോട്ടയുടെ ലോഗോയൊക്കെ സെറ്റായിട്ട് ഈ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്, കുറേ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവുന്നും കൂടിയില്ല. പിന്നെ ഇനി അത് കമ്പനിയിൽ ചോദിക്കണം. കണ്ടോ ഈ ഓട്ടോമാറ്റിക് 4L ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതിൻ്റെ 4x4 സിസ്റ്റമൊക്കെ ഭയങ്കര എന്താ പറയുക പവർഫുള്ളാണ്. അത് കാണിക്കണം എന്നുണ്ട്, ബട്ട് നമുക്ക് വണ്ടി ഡെലിവറി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. എന്തായാലും ഇതിൻ്റെ ടോപ്പ് സ്പീഡൊന്ന് നമുക്ക് നോക്കിയേക്കാം. 190 km/h സ്പീഡിലാണ് ഈ വണ്ടി ഓടുന്നത്. ദൈവമേ, മറിഞ്ഞു. വണ്ടിയുടെ ആ ബമ്പർ ഒന്ന് ചളങ്ങി, കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ ബമ്പർ മാറ്റമുള്ളതാണ്. മാറ്റിയിട്ട് പുള്ളി പറയുന്ന ഒരു മെറ്റൽ ബമ്പറും കൂടി ഇട്ട് കൊടുക്കണം. പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിനെ കാണിച്ചിട്ട് വരുന്ന വഴിയാണ് ഗൈസ്. പുള്ളിയുടെ വീട് നമ്മൾ സ്ഥിരം വണ്ടി എടുക്കുന്ന സ്ഥലത്തായിരുന്നു. വണ്ടി എടുക്കുന്ന ഒരു കമ്പനിയുടെ അടുത്തായിരുന്നു. നമ്മുടെ വണ്ടി പണിത് അവിടെ. ഇത് ബ്രേക്കിങ് കുറച്ച് എന്താ പറയുക പവർഫുള്ളൊന്നും അല്ല ഇതിൻ്റെ ബ്രേക്കിങ്. അതൊന്ന് സെറ്റാക്കണം. ഈ പൊട്ടന്മാരോട് പറഞ്ഞവന്മാർക്ക് മനസ്സിലാവില്ല ഗൈസ്. കണ്ടോ വണ്ടി അത്ര ഇതായിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നുമല്ല, വണ്ടി തെന്നുന്നുണ്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയേ ഉള്ളൂ ലാൻഡ് ക്രൂസറിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.